ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് പ്ലസ് ടു പ്രിലിംസ്, 10th മെയിൻസ്, ഡിഗ്രി മെയിൻസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി PSC മുൻ വർഷം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ട്രിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. 1 സെക്കൻഡല്ലേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, complete the following sentence using the options given below. അതിൽ ആദ്യത്തേത്, ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ എവർ സീൻ. ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ എവർ സീൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഫിലിമാണ് ഇത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ അവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് വരുന്നത്, ഒരു താരതമ്യം. അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു, അതിൽ വെച്ച് ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രി അവിടെ ചേർക്കേണ്ടേ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ചേർക്കേണ്ടത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇവിടെ ബാഡിന്റെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അപ്പൊ ഇതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാ? വേഴ്സ്റ്റ് ആണ്. അപ്പോ ദിസ് ഈസ് ദ വേഴ്സ്റ്റ് ഫിലിം ഐ എവർ സീൻ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ. വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ. അപ്പൊ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് എന്നുള്ള വാക്ക് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ പാസ്റ്റ് ടെൻസ് വരുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ, ഹാഡ്, അല്ലെ? ഓഡ് വൺ ഔട്ട് ആയിരിക്കും എപ്പോഴും ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ആറും ഹാസും ഹാവും ഒക്കെ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാ ആണല്ലോ. അപ്പൊ ഏതാ ഉത്തരം? ഹാഡ് ആണ് ഉത്തരം. വി ഹാഡ് എ പാർട്ടി ലാസ്റ്റ് ഡേ. അടുത്ത ചോദ്യം, വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഡാഷ് ഫ്രൂട്ട്സ്. വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഡാഷ് ഫ്രൂട്ട്സ്. ഇതിന്റെ അർത്ഥമാണ്, ഇതിന്റെ മീനിങ് എന്താ? മധുര പലഹാരങ്ങളോ പഴങ്ങളോ, അതാണോ ഇതാണോ നിനക്കിഷ്ടം, അങ്ങനെയാണല്ലോ. ഒന്നാണോ മറ്റൊന്നാണോ? അപ്പൊ എന്താ വരുന്നത്? ഓർ ആണ് വരുന്നത്. വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഓർ ഫ്രൂട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐ ലൈക്ക് ഡാഷ് ടു സിംഗ് ഒപ്പേറ ഡാഷ് ടു സ്പെൻഡ് മൈ സ്പെയർ ടൈം പ്രാക്ടീസിംഗ് ബോൾ റൂം ഡാൻസസ്. അപ്പോ ഇവിടെ രണ്ടും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ഐ ലൈക്ക് നോട്ട് ഓൺലി ടു സിംഗ് ഒപ്പേറ ബട്ട് ഓൾസോ ടു സ്പെൻഡ് മൈ സ്പെയർ ടൈം പ്രാക്ടീസിംഗ് ബോൾ റൂം ഡാൻസസ്. അപ്പോൾ ഞാൻ രണ്ടും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത്. നൈദർ നോർ, നൈദർ നോർ ആണ്. ഇവിടെ നൈദർ ഓർ അല്ലേ, അപ്പൊ അതൊരു പ്രയോഗം അല്ല, അതവിടെ തെറ്റാ. ഓക്കെ, അല്ലെങ്കിൽ എന്താ വരണ്ടേ? ഐദർ ഓർ എന്ന് വരണം, അല്ലെങ്കിൽ നൈദർ നോർ എന്ന് വരണം. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആസ് ഡയറക്റ്റഡ്. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം. ഡാനിയൽ ജോക്സ് ഓഫൺ, ആ സെന്റൻസിൽ എന്താ ചെയ്യേണ്ടേ? ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഡാനിയൽ ജോക്സ് ഓഫൺ അല്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാം. ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ ഉണ്ടോ? ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത പക്ഷം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യത്തില്ലേ? ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഓക്സിലറി വെർബ് എടുക്കാം. ഇവിടെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ജോക്സ് ആണ്. ജോക്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ജോഗ് ആണ് വരുന്നത്, ആണല്ലോ. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഡസ് ആണ് ഓക്സിലറി വെർബ്. അപ്പൊ ഡസിൽ സ്റ്റാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, വേറെ നോക്കണ്ട. അപ്പൊ ഉണ്ട്, ഓപ്ഷൻ സി ആ ഉത്തരം. ഡസ് ഡാനിയൽ ജോഗ് ഓഫൺ. ഡസ് ഡാനിയൽ ജോഗ് ഓഫൺ, അതിന്റെ ആൻസർ ആണ് എന്ത്? ഡാനിയൽ ജോഗ്സ് ഓഫൺ. എസ് ഓർ നോ ആണ്, എസ് അല്ലെങ്കിൽ നോ. ഓക്കെ,
പിക്ക് ഔട്ട് കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഷീ ടോക്സ് ടു അസ്. ഷീ ടോക്സ് ടു അസ്. ഇതെന്താ? ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസ് ആണ് ഇവിടെ, അല്ലെ? അസ് വരുമ്പോ ഒബ്ജക്റ്റീവ് കേസാ. ബാക്കിയെല്ലാം വിയാ വന്നേക്കുന്നത്. അത് സബ്ജക്റ്റീവ് കേസ് ആണ്. സബ്ജക്റ്റീവ് കേസ് അല്ല സെന്റൻസിന്റെ അവസാനം വരേണ്ടത്, ഒബ്ജക്റ്റീവ് കേസ് ആണ് വരേണ്ടത്. അപ്പൊ ഷീ ടോക്സ് ടു അസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ സിംപതൈസ് ഡാഷ് യു ഓവർ യുവർ മദേഴ്സ് ഡെത്ത്. ഐ സിംപതൈസ് ഡാഷ് യു ഓവർ യുവർ മദേഴ്സ് ഡെത്ത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് വിത്ത് ആണ്. എന്തുകൊണ്ട് വിത്ത് വന്നു? സിംപതൈസ് വിത്ത് സംബഡി ആണ്. സിംപതൈസിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? വിത്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. സിംപതൈസ് വിത്ത് സംബഡി. സംബഡി, സിംപതൈസ് കഴിഞ്ഞ് വിത്ത് ഉപയോഗിക്കുന്നത് വിത്ത് സംബഡി ആണ്. അപ്പൊ ഇവിടെ സിംപതൈസ് വിത്ത് യു. യു എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ വിത്ത് ആണ് ചേർക്കേണ്ടത്. കരുണ കാട്ടുക എന്നുള്ള മീനിങ് ആണ്. കരുണ കാട്ടുക. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഗിവ് മീ എ കപ്പ് ഓഫ് കോഫി, ഹി ടോൾഡ് ഹെർ. അപ്പോ ഗിവ് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നത് വേർബില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. വേർബ്, ഗീവ് എന്ന് പറയുന്ന വേർബ് ആണല്ലോ. വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇംപെറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ടു ചേർക്കുക അല്ലെങ്കിൽ നോട്ട് ടു ചേർക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടു, നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു. അപ്പൊ എങ്ങനെ വരുന്നത്? ഹി ടോൾഡ് ഹർ. ഹി ടോൾഡ് ഹർ എന്നുള്ളത് ഹി ആസ്ഡ് ഹർ. ഹി ആസ്ഡ് ഹർ ടു ഗീവ് ഹിം എ കപ്പ് ഓഫ് കോഫി. ടെൻസിൽ വ്യത്യാസം വരത്തില്ല. ഇമ്പറേറ്റീവ് ആവുമ്പോഴത്തേക്കും ടെൻസിൽ വ്യത്യാസം വരത്തില്ല. അപ്പൊ ഹി ആസ്ഡ് ഹർ ടു ഗീവ് ഹിം എ കപ്പ് ഓഫ് കോഫി എന്ന് കൊടുത്താൽ മതി. മീ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. വേറെ ടെൻസിലൊന്നും വ്യത്യാസം വരത്തില്ല. ഓക്കെ. ദ സ്മോൾ ചൈൽഡ് ഡസ് വാട്ട് എവർ ഹിസ് ഫാദർ വാസ് ഡൺ. അപ്പോ ഇവിടെ വാസ് ഡൺ എന്നുള്ളത് മിസ്റ്റേക്കാ. അത് മാറ്റിയിട്ട് എന്താ വരേണ്ടേ? ദ സ്മോൾ ചൈൽഡ് ഡസ്. അപ്പൊ ഡസ് എന്ന് പറയുമ്പോ സിമ്പിൾ പ്രസന്റൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഭാഗവും എന്തിൽ തന്നെ യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസന്റൻസിൽ തന്നെ യൂസ് ചെയ്യണം. ആ ചെറിയ കുട്ടി എന്ത് ചെയ്യുന്നു, ആളുടെ ഫാദർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആ ചെറിയ കുട്ടിയും ചെയ്യുന്നത്. അപ്പൊ വാട്ട് എവർ ഹിസ് ഫാദർ ഡസ്, അവിടെയും എന്താണ്? ഡസ് ആണ് വരുന്നത്. ഹിസ് ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഡസ് വന്നു. ഇപ്പോ പ്ലൂറൽ ആയിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ? ഡു വന്നേനെ. ഓക്കെ. അടുത്ത ചോദ്യം, ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് പാരന്റ്സ് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ റൂള്, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. കാരണം എന്താ? സെൽഡം. അപ്പൊ സെൽഡം എന്ന വാക്ക് വന്നാൽ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നോ, നോട്ട്, നൺ, നോ വൺ, നോബഡി, നത്തിങ്, നൈദർ, നോവെയർ, നെവർ ഒക്കെയാണ്. ഇനി നെഗറ്റീവ് ആഡ്വേർബ്സ് ഉണ്ട്. നെഗറ്റീവ് ആഡ്വേർബ്സിലാണ് ഈ ഹാർഡ്ലി, സ്കെയർസ്ലി, ബെയർലി, അതുപോലെ സെൽഡം മുതലായ വാക്കുകളൊക്കെ വരുന്നത്. നെഗറ്റീവ് വേർബ്സ് ഡസന്റ്, ഈസിന്റ്, വാസന്റ്, ഷുഡിന്റ്, വുഡിന്റ്, കുഡിന്റ്, വോണ്ട്, കാണ്ട്, ഡോണ്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർബ്സ് ആണ്. ഓക്കെ. അപ്പോ ഇവിടെ സെൽഡം ഉള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം നെഗറ്റീവ് ടാഗ്സ് ആണ്. ഇനി ഡസ് ഹി ആണോ ഡു ഹി ആണോ? സെന്റൻസിലെ മെയിൻ വേർബ്, ഓക്സിലറി വേർബ് ഇല്ലാത്തതുകൊണ്ട് മെയിൻ വേർബ് വിസിറ്റ്സ് ആണ്. വിസിറ്റ്സ് സ്പ്ലിറ്റ് ചെയ്യുക, ഡസ് പ്ലസ് വിസിറ്റ്. അപ്പൊ ഏതാ ഉത്തരം വരുന്നത്? ഡസ് ഹി ആണ് ഉത്തരം വരുന്നത്. ഡസ് ഹി. ഓക്കെ. അടുത്ത ചോദ്യം, മൈ ഡോട്ടർ ലൈക്സ് പർപ്പിൾ ഡാഷ്. മൈ ഡോട്ടർ ലൈക്സ് പർപ്പിൾ സ്റ്റേഷനറി. സ്റ്റേഷനറി ആണ്. അപ്പൊ സ്റ്റേഷനറിയുടെ സ്പെല്ലിംഗ് STATIONERY ആണ്. അപ്പൊ സ്റ്റേഷനറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ മാൻ ഹു ഡസ് എ തിങ് ഫോർ പ്ലഷർ ബട്ട് നോട്ട് ആസ് എ പ്രൊഫഷൻ. അതായത് അയാളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫഷനായിട്ട് ചെയ്യാതെ.
അയാളെ പറയുന്ന പേര് അമ്മച്വർ എന്നാണ്. അമ്മച്വർ, AMATEUR. പണം ലഭിക്കാനല്ലാതെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളാണ് അമ്മച്വർ. അമ്മച്വറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൊഫഷണൽ. പ്രൊഫഷണൽ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയം. I wanted to intervene when they were yelling at each other, but would have just dash. അപ്പോൾ I wanted to intervene when they were yelling to each other, but would have just dash. ഉത്തരം വരുന്നത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ആണ്. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് വെച്ചാൽ പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നുള്ള മീനിങ് ആണ്. പ്രശ്നം കൂടുതൽ വഷളാക്കുക. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. They dashed to New Orleans last summer. ലാസ്റ്റ് സമ്മർ എന്ന് പറയുമ്പോൾ അവിടെ ചേർക്കേണ്ടത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ചേർക്കുമ്പോൾ ഈ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. ബാക്കി ABD ആണോ ഉത്തരം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം കെയിം ഓവർ ആണ്. ഫ്രേസൽ വെർബ് ആണ്. കെയിം ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ടു കം ടു എ പ്ലേസ്. ടു കം ടു എ പ്ലേസ്. അപ്പോൾ ദേ കെയിം ഓവർ ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ. അവർ കഴിഞ്ഞ സമ്മറിൽ എങ്ങോട്ടാ പോയത്? ന്യൂ ഓർലിയൻസിലേക്കാണ് പോയത്. അപ്പോൾ കെയിം ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ടു കം ടു എ പ്ലേസ് അല്ലെങ്കിൽ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്നുള്ള മീനിങ്ങിലാണ് കെയിം ഓവർ ചേർക്കേണ്ടത്. അടുത്തത്, അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് വേർഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വേർഡ്. അപ്പൊ ഇതില് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നോക്കിയാൽ ഇതിലുള്ള എല്ലാ അക്ഷരവും താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് വേർഡിലാണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഉത്തരം വന്നിട്ട് ഗ്രാൻഡ് പാരന്റ് ആണ്. ഗ്രാൻഡ് പാരന്റ്. ഓക്കെ, അപ്പോ ഇവിടെ ടി ഉണ്ട്. ടി ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഏതാ? ആദ്യത്തെ ഓപ്ഷൻ ഒഴിവാക്കാം, രണ്ടാമത്തെ ഓപ്ഷൻ ഒഴിവാക്കാം. പിന്നെ പൊമഗ്രാനറ്റ് ഉണ്ട്. പൊമഗ്രാനറ്റിൽ എം ഉണ്ട്. ഇവിടെ എം ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി ആണെന്ന് എത്താം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഈസ് വിച്ച് നോട്ട് എ സിനോണിം ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടിയുടെ സിനോണിം അല്ലാത്തത് ഒഫെൻസീവ്നെസ് ആണ്. ഒഫെൻസീവ്നെസ്. ഓക്കെ, ഒഫെൻസീവ്നെസ് എന്ന് വെച്ചാൽ സംതിങ് അൺപ്ലസന്റ് എന്നുള്ള മീനിങ് ആണ്. സംതിങ് അൺപ്ലസന്റ്. അപ്പോൾ ഫെയർനെസ്, സിമെട്രി, വിൻസംനെസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബ്യൂട്ടിയുടെ സിനോണിംസ് ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ഇറ്റാലിക്. ഇവിടെ ഇറ്റാലിക്കിൽ തന്നിരിക്കുന്നത് ബോണഫൈഡ് എന്ന വാക്കാണ്. സെന്റൻസ് ഇതാണ്, ഹി ഈസ് നോട്ട് എ ഡിസോണസ്റ്റ് സെയിൽസ്മാൻ, ഹിസ് ഓഫർ ഈസ് ബോണഫൈഡ്. അപ്പോൾ ബോണഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ജെനുവിൻ എന്നുള്ള മീനിങ് ആണ്. ജെനുവിൻ അല്ലെങ്കിൽ ഒതന്റിക്, സത്യസന്ധമായത്. ഒതന്റിക്, സത്യസന്ധമായത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ്. മാലഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് സ്പെൽഡ് കറക്റ്റ്ലി. 3 വേർഡ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള 3 വേർഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മിനിയേച്ചർ, പിന്നെ ഡിസിപ്ലിൻ, ഹിപ്പോക്രസി. അപ്പോൾ മിനിയേച്ചറിന്റെ സ്പെല്ലിംഗ് MINIATURE, ഡിസിപ്ലിൻ DISCIPLINE, ഹിപ്പോക്രസി HYPOCRISY. അടുത്തത്, പിക്ക് ഔട്ട് എ സിംഗിൾ നൗൺ ഫ്രം ദ ലിസ്റ്റ്. ഇവിടുത്തെ സിംഗിൾ നൗൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആക്സസ്. ആക്സസിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ആക്സസ് ആണ്. ആക്സസ്. ബാക്കിയെല്ലാം പ്ലൂറൽ ആണ്. ബാക്ടീരിയ, കാവ്സ്, കരിക്കുല എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്ലൂറൽ വേർഡ്സ് ആണ്. അപ്പൊ സിംഗുലർ, പ്ലൂറൽ നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിൽ പഠിക്കാം. ദ മാൻ ഡാഷ് ഈസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പൊ ദ മാൻ ഒരു വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൂ, ദ മാൻ ഹു ഈസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന മനുഷ്യൻ എന്റെ മുത്തച്ഛനാണ് എന്നുള്ള മീനിങ് ആണ് ഹൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷ് ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.